കുടുംബാംഗങ്ങളെ നാം ആശ്വസിപ്പിക്കുവാനായിട്ട് കൂടെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ വാക്കുകളൊന്നും ഇവർക്കിപ്പോൾ ആശ്വാസം നൽകിയില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ ആശ്വാസം നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെയും എല്ലാ വൈദികരുടെയും, പ്രത്യേകിച്ചും ഈ പ്രദേശത്തുള്ള എല്ലാ ഇടവുകളുടെയും വിശേഷാലും എന്നോട് കൂടെ ഇപ്പം വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഐപ്പലക്സറ്റിൻ്റെയും ഒക്കെ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. സെക്കൻഡറാബാദ് പള്ളിയുടെ തലപ്പള്ളിയായിരുന്നു, ഈ പള്ളിയുടെ തലപ്പള്ളിയായിരുന്നാലും അവിടുത്തെ മദ്രസായിരുന്നാലും ആ ദേവാലയത്തിൻ്റെയും അനുശോചനം ഈ സമയം അറിയിക്കുകയാണ്. നാം ഈ ശുശ്രൂഷയെ സമർപ്പിക്കുമ്പോൾ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. എൻ്റെ ചെറുപ്പത്തിൽ പെട്ടിയുടെ മുകളിൽ ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ. ഇത് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആരും എഴുതി വെക്കത്തില്ല. കാരണം നമുക്ക് മടിയാണ് ഇത് വായിക്കുക. ഇതൊരു റിയാലിറ്റിയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇന്ന് നമ്മോട് ചോദിക്കുകയാണ്, നമ്മൾ പ്രിപ്പയർഡാണ് പോകാൻ. എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ ഈ അവസ്ഥ തന്നെ പ്രിപ്പയർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. തിരക്ക് പിടിച്ച് പോകേണ്ടത് കൊണ്ട് എന്നെ പോകുവാൻ അനുവദിക്കണം. ധൂപപ്രാർത്ഥന നടത്തിയിട്ട് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. പ്രാർത്ഥിക്കുന്നു.
ഈ തിരക്കിനിടയിൽ ഇവിടെ വരികയും ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുകയും ചെയ്തു. തിരുമേനിയോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവരും അല്പസമയം ഇരിക്കാൻ പ്രിയപ്പെട്ടതായ ദാസയെക്കുറിച്ച് രണ്ടു വാക്കുകൾ പറയാനായിട്ട് താല്പര്യപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടതായ വത്സമ്മയുടെ വേർപാട് നമുക്ക് വളരെയേറെ പ്രയാസവും ദുഃഖവും. ഈ പ്രിയപ്പെട്ട ദാസി 1-2 വർഷക്കാലം വളരെ ശാരീരികമായി രോഗാവസ്ഥയിലായിരുന്നു. ക്യാൻസർ രോഗത്തോടെ പോരാടുകയായിരുന്നു. എല്ലാ രീതിയിലും ഈ പ്രിയപ്പെട്ട ദാസിയെ ശുശ്രൂഷിക്കുവാനായിട്ട് കുടുംബാംഗങ്ങൾക്ക് സാധിച്ചു. മക്കൾ 2 പേരും മരുമക്കൾ 2 പേരും ഈ പ്രിയപ്പെട്ട മാതാവിനെ വളരെ ശുഷ്കാന്തിയോടെ ശുശ്രൂഷിക്കുകയും നൽകാവുന്ന രീതിയിലൊക്കെ എല്ലാ ട്രീറ്റ്മെന്റും നൽകി. ദൈവം മനുഷ്യനെ ലോകത്തിൽ സൃഷ്ടിച്ചു. മനുഷ്യന്റെ ആയുസ്സിന് പരിധി വെച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന ഒരു ദിവസം പോകുന്ന നിമിഷം അല്ലാതെ നമുക്കാർക്കും ഈ ലോകത്തിൽ വസിക്കുവാനായിട്ട് സാധ്യമല്ല. സംഗീതക്കാരൻ പറയുന്നത് എന്റെ പുത്രന്മാരെ തിരികെ വരികയെന്ന് നല്ല ചെയ്തു. ദൈവം തിരികെ വരാനായിട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ പോയ മതിയാകുള്ളൂ. മരുന്നുകളോ നമ്മുടെ ഔഷധങ്ങളോ സമ്പത്തോ നമ്മുടെ ജ്ഞാനമോ ഒന്നും തന്നെ നമ്മുടെ ആയുസിനെ പിടിച്ചു നിർത്താനാണ് സാധിക്കുകയില്ല. ഈ പ്രിയപ്പെട്ട ദാസി വളരെ കഠിനമായ പ്രയാസം അനുഭവിച്ചൊരു രക്തസാക്ഷിയായിട്ട് വളരെ വർഷങ്ങളോളം രോഗത്തോട് പോരാടുകയും അതോടൊപ്പം നിവാസത്തോടുകൂടി ജീവിക്കുകയും ചെയ്തത് സംശയമില്ലാത്ത കാര്യമാണ്. പലപ്പോഴും ഭവനങ്ങളിൽ പോയി വീട്ടിൽ പോകാനും താമസിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളൊന്നും ഈ ലോകത്തിൽ ക്ഷീണാവസ്ഥയെക്കുറിച്ചോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ കുറിച്ചോ നിരാശയുള്ള ഒരു വാക്കോ ഒക്കെ കേൾക്കുവാനായിട്ട് ഇടയാകുന്നില്ല. വളരെ പ്രത്യാശയോടുകൂടി ജീവിക്കുകയും ദൈവസ്ഥാനത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് 3 കൊച്ചുമക്കളെ എന്നെ ഒരിക്കൽ വിളിച്ചു വരുത്തി വേദപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എന്നെ ചൊല്ലി കേൾപ്പിച്ചു. ഒരു കൊച്ചുമോനാണുള്ളത്. 2 മറ്റേ പെൺമക്കളാണ്. അവനെ വളർന്നു കഴിയുമ്പോൾ അച്ഛൻ അവനെ മധുവാക്കിയാത്ത ശുശ്രൂഷക്കാരനായിട്ട് കേറ്റും എന്നുള്ളൊരു വാക്കും എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അത്രമാത്രം നല്ലൊരു പ്രത്യാശയോടുകൂടി ഈ ലോകത്ത് ജീവിക്കുകയും ഈ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് പങ്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മളിനെ മാറിപ്പോകുന്നത്. ഈ പള്ളി ഇവിടെ ആരംഭിച്ച ശേഷം നേർച്ചക്കാട്ടിയുടെ ശുശ്രൂഷകള്, അതുപോലെയുള്ള പള്ളി പെരുന്നാള്, സമാജം, അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പ്രിയപ്പെട്ട ദാസിയുടെ സാന്നിധ്യം പ്രാർത്ഥനയോടൊക്കെ സ്ഥിര സാന്നിധ്യമായിട്ട് പ്രിയപ്പെട്ടതായ ജോസഫും പ്രിയപ്പെട്ടതായ മനസ്സിനെയൊക്കെ സംബന്ധിക്കുകയുണ്ടായി. വളരെ നല്ലൊരു ക്രിസ്ത്യ കുടുംബം സാക്ഷ്യം നൽകുന്ന 2 മക്കളാണ്. അവരെല്ലാം മിക്കവാറും ഞായറാഴ്ച ആരാധന സംബന്ധിക്കുകയും ഇതൊക്കെ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് സാധിച്ചത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എനിക്കങ്ങനെ തോന്നി, നീ പ്രിയപ്പെട്ട ദാസിയെ അധികം ആയുസില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. എന്നാലും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച എനിക്ക് വരാൻ സ്ഥലത്തിൽ കുടുംബത്തിനും കൊടുക്കാൻ മറന്നുപോവുകയും ചെയ്തു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, വിശുദ്ധ കുർബാന കൊടുത്തതിന് ശേഷം മാത്രമേ പ്രിയപ്പെട്ട ദാസിയെ വിളിക്കാവൂ എന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും സൈലന്റായിട്ട് ഈ ലോകത്ത് നിന്ന് കടന്നു പോകാനായിട്ട് പ്രിയപ്പെട്ട ദാസിക്ക് സാധിച്ചെന്നുള്ള പ്രത്യേകമായ കാര്യം. അതിനേക്കാൾ ഉപരിയായിട്ട് പറയുമ്പോൾ നമ്മുടെ സെമിത്തേരിയിലാണെങ്കിൽ നമുക്കൊരു മൈനശ്ശേരി ഞാൻ പോയി അവിടെ ഒരു കല്ലറ കെട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട നമ്മുടെ മാന്യയുടെ കമ്മിറ്റി അംഗങ്ങൾ, സെമിത്തേരി കമ്മിറ്റി അംഗങ്ങൾ നേരത്തെ തന്നെ ഒരു കല്ലറ അവിടെ പണിതിടുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് ഇന്നധികം വലിയ ടെൻഷനൊന്നുമില്ലാതെ പ്രയാസങ്ങളില്ലാതെ ശരി അവിടെ പെട്ടെന്ന് തന്നെ അടക്കുവാനാണ് സാധിക്കുന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ശാരീരികവും മാനസികവും എല്ലാ ഒരുക്കത്തോടുകൂടി ചെയ്ത ശേഷം
താമസി കടന്നു പോയതെന്ന് പറയുമ്പോൾ കല്ലറ വരെ ശരിയായെന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് ഞാൻ പലപ്പോഴും അതിൻ്റെ നിശ്ചയിച്ച് നോക്കുകയാണ്. മറ്റുള്ള ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ഹൃദയത്തിൽ വലിയ പ്രയാസമാണ്. എങ്ങനെയാണ് അവിടെ കുഴി കുത്താൻ സാധിക്കുമോ, വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. എനിക്ക് നമ്മുടെ ഇടവയിൽ എല്ലാവരോടും പറയാനുള്ളത് 8 കല്ലറയിലും നമ്മളവിടെ കെട്ടിയിടുന്നത് എന്നുള്ളതാണ്. ആരാണ് എപ്പോഴാണ് മരിക്കണമെന്ന് പറയാൻ സാധിക്കുന്നില്ല. നേരത്തെ ഒരു 8 കല്ലറ കെട്ടിയിടുകയാണെങ്കിൽ നമുക്കതിന് ടെൻഷൻ ഇല്ലാതെ മനസ്സ് കഴിയുമ്പോൾ ടെൻഷൻ ഇല്ലാതെ നടക്കാനാണ് സാധിക്കും. അത് കല്ലറ നേരത്തെ കെട്ടിടുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. കുടുംബക്കല്ലറ കെട്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക്, ശ്രദ്ധേയ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്. പക്ഷെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇടവകയ്ക്കുണ്ട്. അതുകൊണ്ട് ഒരു താല്പര്യമുള്ളവർ മുമ്പോട്ട് വന്ന് 8 കല്ലറ അവിടെ കെട്ടിയിടുകയാണെങ്കിൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടക്കാനാണ് സാധിക്കും. നമ്മളെ വീട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, ഫ്ലാറ്റിൽ താമസിക്കുന്നവരുണ്ട്, തൊട്ടടുത്തൊക്കെ അയൽവക്കക്കാരുണ്ട്. ഒരാൾ മരിച്ച ശേഷം ശരീരം വീട്ടിൽ വെച്ച് അത് വീട്ടിൽ മോർച്ചയിലൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള വളരെ നീചമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ടതായ ബാബു 2 വാക്ക് സംസാരിക്കുന്നു. അന്ത്യ തിരുമേനി ഒന്ന് പോയി എങ്കിലും പറയേണ്ട ചുമതല നമ്മളുടെയാണ്. വന്യ തിരുമേനി, വന്യ രംഗാട്ട്, സന്നിധരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠത, ആദ്യമായിട്ട് നമ്മുടെ ഇടവാ മെത്രാപ്പോലീത്ത നന്ദി പറയേണ്ട ചുമതല എനിക്കുണ്ട്. കാരണം വളരെ ടൈറ്റ് ഷെഡ്യൂൾഡ് ആയിരുന്നു. 2:30 പോകണം എന്നുള്ള തീരുമാനമായിരുന്നു. എങ്കിലും ഇന്നലെ രാത്രിയിൽ ഞാൻ വിളിച്ച് തിരുമേനിയോട് പറഞ്ഞു, വന്ന് ഒന്നിൽ വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയിൽ ഒരു പ്രാവശ്യം തിരുമേനി വന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോകാവൂ. കാരണം ഈ ഇടവകയെ പറ്റി പറയുമ്പോൾ അച്ഛന് ഓൾറെഡി പറഞ്ഞെങ്കിലും പലർക്കും അറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയം വരുമ്പോൾ മാത്രമേ ഓരോരുത്തരുടെ ആ ഭൂമിയെ പറ്റി നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറിവാദ പള്ളി തൊട്ട് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് നമ്മൾ ജേഡിമെള്ള പള്ളി ഇത്രയും വലുതാവുന്നതിനും വരെയും അമ്മാമ്മയ്ക്ക് അസുഖം ആകുന്ന ആ സമയം വരെയും ആത്മാർത്ഥമായിട്ട് വന്ന് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു മത്സരമാണ്. അതുകൊണ്ട് തിരുമേനിയോട് ഞാൻ പറഞ്ഞു, വന്ന് പോയെങ്കിലും എന്നോട് പറഞ്ഞത് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാടാണ് വെച്ചിരിക്കുന്നത്, എങ്ങനെ സാധിക്കും? ഞാൻ അയ്യപ്പച്ചനെ വിളിച്ച് പറഞ്ഞു, റെജി രാജനെ വിളിച്ച് പറഞ്ഞു, റെജിയോട് പറഞ്ഞു നീ കൊണ്ടുപോകുന്നതെങ്കിലും ഇതുവഴി വന്നിട്ട് പോകാം. അയ്യപ്പച്ചനോട് പറഞ്ഞു, വച്ചാ ആ സമയം ഒന്ന് ക്രമീകരിച്ച് ഇതുവഴി വന്നെങ്കിൽ വന്നിട്ട് പോകാം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കരുണ, അമ്മമ്മയുടെ അനുഗ്രഹം, തിരുമേനി വന്ന് പ്രാർത്ഥിച്ച് ധൂപപ്രാർത്ഥന നടത്തി മടങ്ങിയിരിക്കുകയാണ്. തിരുമേനിക്കും അയ്യപ്പച്ചനും റെജിക്കും
ഈ ഇടവേള നമുക്കുള്ള നന്ദി പ്രത്യേകം അറിയിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഇടവക ഒരു കുടുംബമാണ്. ഒരാൾ വേർപെട്ടു പോകുമ്പോൾ അതിന്റെ വിഷമം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കത്തില്ല. എങ്കിലും തിരുമേനി പറഞ്ഞതുപോലെ പണ്ട് കാലങ്ങളിൽ പെട്ടികളിൽ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള വാക്ക് ഇന്ന് കാണാനില്ല, ഇന്ന് മാഞ്ഞു പോയിരിക്കുകയാണ്. കാരണം സാഹചര്യങ്ങൾ മാറുമ്പോൾ വാക്കുകളും മാറും. ഇന്നത്തെ ഈ ലോകത്ത് ഇന്ന് ഞാൻ നാളെ നീങ്ങുള്ള വാക്കുകൾ എഴുതാൻ സാധിക്കത്തില്ല നമ്മൾക്ക്. കാരണം പാപങ്ങളേറിയ ലോകമാണ്. രോഗങ്ങൾ പല രീതിയിലുള്ള വെള്ളപ്പൊക്കമായാലും ഭൂകമ്പമായാലും രോഗങ്ങളായാലും ഈ ലോകത്ത് നമ്മളെ പിടിപ്പെട്ടിരിക്കുകയാണ്. എപ്പോഴും ഏത് മനുഷ്യൻ മോളിൽ ദൈവം നമ്പരാൻ വിളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഈ കൊറോണ വന്ന സമയത്തൊക്കെ നമ്മൾ ഓരോരുത്തർ വിളിക്കുമ്പോൾ അവർ മരിച്ചുപോയി എന്ന് അറിയാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് ഈ കുടുംബം ഏറ്റവും കൂടുതൽ ഈ ഇടവകയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്. നല്ല രണ്ട് മക്കൾ ഇടവകയെ സ്നേഹിക്കുന്നു, NGOs യൂത്തിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് കൂട്ടിന് കൊടുത്ത മക്കൾ, ഇതെല്ലാം അമ്മമ്മയുടെ വലിയൊരു ആഗ്രഹങ്ങളായിരുന്നു. കാരണം ഈ ഇടവേളയിൽ ഞാൻ പറഞ്ഞൊരു കുടുംബമായിട്ടാണ്. അമ്മമ്മയുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ ഷെയർ ചെയ്യും, ഞങ്ങളോടൊന്ന് പറയാറുണ്ടായിരുന്നു. OBBS സമയത്തൊക്കെ ഇവിടെ വരുന്നവർക്ക് കാണാം, ഇപ്പൊ 20-22 വയസ്സുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഇപ്പോൾ. അന്ന് നമ്മൾ പള്ളി തുറക്കുമ്പോൾ ഏകദേശം 20 കൊല്ലം മുമ്പ് ആ സമയത്ത് നമ്മൾ OBBS ഒക്കെ നടക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഭക്ഷണം എല്ലായിടത്തും പോയിട്ട് താഴെ കളയാതെ അവരെ തീറ്റിപ്പിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ഒരു മാതാവിന്റെ കൂട്ട് വളരെ സന്തോഷമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈ 20-22 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഓർക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല. അമ്മാമ്മയുടെ അസുഖത്തെ പറ്റി അച്ഛൻ ഓൾറെഡി പറഞ്ഞു. വേദന കൊണ്ട് ഒരുപാട് സഹിച്ചു, എങ്കിലും വളരെ നല്ലൊരു പ്രത്യാശ അമ്മാമ്മയിലുണ്ടായിരുന്നു. കാരണം ഒരു ഞായറാഴ്ച ഇതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് സജോ ഫോൺ ചെയ്തു, അങ്കിളെ മമ്മിക്ക് സുഖമില്ല, തൈലാഭിഷേകം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ളത്. വളരെ സന്തോഷമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അച്ഛനും സുഖമില്ല എങ്കിലും നമ്മുടെ തോമസ് കുട്ടി അറമ്പാച്ചൻ പറഞ്ഞു, അറമ്പാച്ചായി കാണാൻ ഒരു പ്രശ്നമില്ല, ഞാൻ വരാം. റമ്പാച്ചൻ ഒമേഗ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തൈലാഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ്, അതാണ് നല്ല അനുഗ്രഹമുള്ള അമ്മ. ഹൈദരാബാദ് പള്ളിയിലെ പെരുന്നാളിന് തിരുമേനി നമ്മുടെ തിരുമേനി വരുമ്പോൾ ലിജോച്ചന് അറിയായിരുന്നു സംഗതികൾ. ഞാൻ തിരുമേനിക്ക് വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാബു ഞാൻ ലിജോച്ചനും അവിടെ കയറി ഹോസ്പിറ്റലിൽ കയറി പ്രാർത്ഥിച്ചു, ജോഷുവച്ചനും പോയി കണ്ടിട്ട് ഞാൻ വന്നത്തേ ഉള്ളൂ എന്ന്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ ആ പാരമ്പര്യത്തിന്റെ ചുവടാണ് തൈലാഭിഷേകം. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന ഭക്ഷിക്കുക. അതും സ്വയം വിളിച്ച് പറഞ്ഞു, അങ്ങളെ ഇതോടൊക്കെ പ്രോബ്ലമൊന്നുമില്ല. റമ്പാച്ചനും നമ്മുടെ അച്ഛനോട് പോയിട്ട്
കുർബാനയും വീട്ടിക്കൊണ്ടുപോയി. ഇന്നലെ മരിക്കുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത്, വളരെ പ്രത്യാശയോടുകൂടിയാണ് മരണം. ഇന്നലെ മരിക്കുമ്പോൾ തന്നെ മക്കളോട് പറഞ്ഞത്, എനിക്ക് വെളുത്ത സാരി ഉടുപ്പിക്കണം. അപ്പൊ മരണം മുന്നിൽ കണ്ടറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസത്തേക്ക് കടക്കുമ്പോഴാണ് മരണം. അതും ഇന്ന് നമ്മുടെ തിരുമേനി സെക്രട്ടറി നമ്മുടെ ഇടവകയിലെ പെരുമാറിന് വേണ്ടി വന്നിരുന്നു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ദൈവം വേർപെട്ടു. ആ വിടവ് നമുക്ക് നികത്താൻ ഒരു വർഷമായി വീണ്ടും കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നല്ല മക്കളെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ 3 കൊല്ലമൊക്കെ നല്ല രീതിയിൽ സ്വന്തം മാതാവിനെ നോക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു. ഇത്രയും വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും, കാരണം എനിക്ക് പറഞ്ഞ മതിയാവുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇടവക ജനങ്ങൾ അറിയണം, 3 ലക്ഷം രൂപ ഈ വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടി, മുൻവശത്തെ വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടി ഈ ഇടവകയ്ക്ക് വേണ്ടി തന്നു കഴിഞ്ഞിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ സരിയോട് ചോദിക്കാറുണ്ടായിരുന്നു, മോനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നീ പറഞ്ഞോളൂ, അങ്ങനോട് പറയാനൊന്നും മടിക്കരുത്, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈ കഴിഞ്ഞ മാസം നവംബർ മാസത്തിൽ ആ പൈസ ഇടവകയ്ക്ക് വന്നു. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ സജോയെ വിളിച്ചു. സജോയായിട്ട് സംസാരിച്ചു, മോനെ മമ്മിക്ക് സുഖമില്ലാതിരിക്കുന്നുണ്ട്, ഇപ്പോൾ കുടുംബക്കലത നമുക്ക് കെട്ടുന്നുണ്ട്, നമുക്ക് ഒരു കല്ലറ പണിഞ്ഞുകൂടെ? അത് അങ്കിൾ എന്താണ് തീരുമാനിക്കുന്നത്? അങ്കിൾ പറയുന്നത് പോലെ അത് അന്നേരം ആ സമയത്ത് തന്നെ 75,000 രൂപ എടുത്ത് പ്രഷയുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ അത്രയും ഒരുക്കങ്ങളോട് കൂടിയുള്ള കാര്യങ്ങളായിരുന്നു അമ്മമ്മയുടെ. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ഇടവകയിൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ കൊണ്ടടക്കുന്നതിനുള്ള മനസ്സിന് വളരെ ഭീതിയാണ്. കാരണം ഒരു 2 ദിവസമെങ്കിലും എടുക്കും അവിടെ കല്ലറ വിളിച്ചിട്ട് നമുക്ക് അടക്കാൻ വേണ്ടി. പക്ഷേ അമ്മമ്മയെ സംബന്ധിച്ചോളം ഇപ്പൊ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, രാവിലെ നമ്മുടെ ഇടവക മെമ്പേഴ്സ് പോയി അവിടെ ചൗക്കോട്ടെ പോയിട്ട് എനിക്കിങ്ങോട്ട് വിളിക്കുകയാണ്, 11 മണിയോടെ എല്ലാം റെഡിയാണ്, എളുപ്പം കൊണ്ടുവരുന്ന പ്രശ്നമില്ല, കുടുംബങ്ങളെല്ലാം റെഡിയാണ്. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. അമ്മമ്മ ചെയ്തതിന്, മാതാപിതാക്കൾ ചെയ്തതിന്റെ പുണ്യം പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അങ്കിളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിളിന് ഇപ്പോൾ സുഖമില്ല. പക്ഷേ മക്കളുമാരും മരുമക്കള് വളരെ നല്ല രീതിയിൽ അങ്കിളിനെ നോക്കും. എനിക്ക് വളരെ ബോധ്യമുണ്ട്. അമ്മമ്മയ്ക്ക് ഒരാഗ്രഹം ലാസ്റ്റിൽ എന്നോട് ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് മാത്രം അമ്മമ്മയ്ക്ക് കാണാൻ സാധിച്ചില്ല. ഒരു വീടൂടെ, ഒരു മകന് വീടുണ്ട്, ഒരു വീടൂടെ വേണമെന്നുള്ളൊരു ആഗ്രഹം അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പല പ്രാവശ്യവും സജീവമായിട്ട് ഞാനത് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രം അമ്മമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. അത് ദൈവം നമ്മൾ സാധിക്കും, അതിന് സാധിപ്പിക്കാൻ യാതൊരു സംശയവുമില്ല. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയം ഇല്ലാത്തതിന്റെ പേരിൽ ചുരുക്കുന്നു. ഈ ഇടവകയിലെ എല്ലാ മെമ്പേഴ്സിന്റെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ ഇന്നലെ നമ്മുടെ അച്ഛൻ്റെ കാര്യം അറിയാം. തോമസുട്ടി അർപ്പാച്ചനെ വിളിച്ച് അർപ്പാച്ചായി കൊടുക്കാൻ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടേ പോകാനൊക്കെ തോന്നിയതുകൊണ്ട് കടക്കമുണ്ട്. പക്ഷേ അർപ്പാച്ചൻ പറഞ്ഞു, എൻ്റെ കൂടെ ആരെങ്കിലും ഒരു അച്ഛന്മാരും വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ഭയക്കണ്ട. കാരണം നമ്മുടെ അച്ഛന് സുഖമില്ലാത്തതിന്റെ പേരിൽ
അച്ഛനെ ഇവിടുന്ന് മടക്കി വീട്ടിലേക്ക് വിടാം. ചെറുതേരിയിൽ വേറെ അച്ഛന്മാരെ നമ്മൾ അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. തോമസ് ഉമ്മന അറപ്പാച്ചനെ ഞാൻ വിളിച്ചു. എന്നോട് പറഞ്ഞ വാക്ക്, ബാബു ഒരു പ്രയാസമില്ല, ഏത് സമയത്താണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്നിട്ട് കാര്യങ്ങൾ സാധിക്കാം. നമ്മുടെ 4 പള്ളിയിലെ വൈദികർ വളരെ ആത്മാർത്ഥത്തോടുകൂടി എപ്പോൾ വിളിച്ചാലും ഏത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ ഓടിയെത്തും, അവരും ഓടിയെത്തും, ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ. അതുകൊണ്ട് ഈ സമയത്ത് വന്ന് ചേർന്നിരിക്കുന്ന വൈദികർ, എറമ്പാച്ചൻ, അതുകൊണ്ട് മറ്റിടവകളിൽ നിന്നുണ്ട്, ഓർത്തഡോക്സ് സഭയല്ലാത്ത മർത്തോമയിൽ നിന്നുണ്ട്, മലങ്കര ദേശീയനുണ്ട്, എല്ലാവരും ഹൈന്ദവരുണ്ട്, പല സമാജങ്ങളുടെ ഉണ്ട്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഇടവേള നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കൂടി സജോയ്ക്കും ജോസ്റ്റാനും അങ്കിളിനും എല്ലാ മക്കൾക്കും എല്ലാവർക്കും ഇടവേള നാമത്തിൽ പ്രത്യേക അനുശോചനം. ദുഃഖമുണ്ട്, എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഏത് കാര്യത്തിലും ഏത് സമയത്തും ഞങ്ങൾ അറിയിക്കുക. എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. ഈ ഇടവേള എപ്പോഴും നമ്മളോട് എല്ലാവരും ഒപ്പം ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ബന്ധീത്ത് വെക്കുന്ന സമയമാണ്. നമ്മുടെ സെന്റ് ജോർജ്, നമ്മുടെ പള്ളിക്ക് വേണ്ടി നമ്മുടെ ട്രസ്റ്റി PK വർഗീസ് റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. അടുത്തത് ഡയറക്ഷന് വേണ്ടി നമ്മുടെ ബാംഗ്ലൂർ ഡയറക്ഷന് വേണ്ടി രജു, ബാലനാഥ് പ്രയറിന് വേണ്ടി TB മോനച്ചൻ, ഭവൻപള്ളി പ്രയറിന് വേണ്ടി വൈദേവിച്ചൻ, ചിന്തൽ പ്രയറിന് വേണ്ടി M ജോർജ്, ജിഡിവെള്ള പ്രയറിന് വേണ്ടി ലാലച്ചൻ, പത്മനാഭനിലേക്ക് D തങ്കച്ചൻ, സനനഗർ BC ജോൺ, സനനഗർ BC ജോൺ, സെന്റ് മേരീസ് ലീഗിന് വേണ്ടി മണി വർഗീസ്, സൺഡേ സ്കൂളിന് വേണ്ടി വത്സമ്മ ബാബു, NGOs യൂത്തിന് വേണ്ടി റോഷൻ റജു, സെമിത്തേരി കമ്മിറ്റിക്ക് വേണ്ടി PT സാജൻ, കാറ്ററിംഗിന് വേണ്ടി KA വർഗീസ്, ചിന്തൽ മലയാളി അസോസിയേഷന് വേണ്ടി മിസ്റ്റർ DS പിള്ളை, ഇൻഡിവിജ്വലായിട്ട് നമുക്ക് നമ്മുടെ NK വർഗീസ്, രാജു ഡാനിയൽ, പ്രാർത്ഥിക്കും. പിതാവ് പരിശുദ്ധമായ
Oh
സഹോദരന് വേണ്ടി സമയത്ത് ഞങ്ങളാണ് ജീവിക്കുന്നതായി രൂപം കൈക്കൊണ്ട് കടന്ന ചെയ്യണമേ
ഇത് പരിശുദ്ധമായ വഴി നടത്തലുടെ സംഗതിയാക്കണമേ. ഇതാ സൃഷ്ടികളുടെ പ്രത്യാശയും കവടക്കപ്പെട്ടവരുടെ ബലിദാനവും മരിച്ചുപോയവരുടെ ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും എല്ലായിടത്തിലേക്ക് നമ്മുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതുമായ ഈ സമയത്ത് സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളായി കൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും യോഗ്യമാകുന്നു. നിന്റെ തീരുമാനങ്ങൾ അവരിൽ നിന്നും നിന്റെ മാർഗങ്ങൾ ദുർബലങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു മറയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർവ്വത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും താല്പര്യമുള്ള സകല പാത്രവും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർവമായ ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങളും അധികാരിയുമായുള്ളവരെ ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടുത്തെ യാത്രയായ സ്വർഗീയ ഭവനങ്ങളിൽ വസിക്കുന്നവരായ സമാധാനമാനന്ദമാൻ മൂലം ഇവരുടെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവരുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. എതിരാളിയുടെ ബന്ധനത്തിൽ നിന്നും അതിനെ വിടുത്തണമേ. തിരുനാമഭക്തരും തിരുഷ്ടം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇവർക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവളുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. പൂർണ്ണമായ വലങ്കൈ ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം ഭരണമാകുന്ന ചുഴിയിൽ നിന്നും ഇവളെ തിരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്നും ഇവളെ രക്ഷിച്ചു കൊള്ളണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ ഇവളെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാരും തന്നെയാണല്ലോ.
സ്വാഭാവികമായ ദുർബലതയിൽ കരുതണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും എവിടെയും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ദേവനുള്ള സ്ത്രീ ഇവളുടെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശന സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോത്തവണ്ണം നിന്റെ കരുണ ഇവളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമത്തിലുള്ള അനുഗ്രഹീത പൗരങ്ങളിൽ എത്തുന്നത് വരെ ഈ നിന്റെ ദാസിക്ക് കോട്ടയും അരിയായും കാവൽക്കാരനും സഹായിയും ആയിരിക്കണമേ. അവിടെ അധികമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൾ ആരാധിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെളിപ്പൊളിഞ്ഞുകാലവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാലത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനപതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവരും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്നും കണ്ണുനീരും ദുഃഖവും നീ കളയണമേ. ദൈവമേ, നിന്റെ മനുഷ്യമായ പ്രത്യാശയും മുൻകൂട്ടി നിന്റെ അടുപ്പിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാണ് ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയിൽ ജാരിക്കുന്നതുമായ പ്രസന്നമോടോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി പ്രാവശ്യവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി ലക്ഷ്യത്തിലും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസനുമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും കേൾക്കാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ പുത്രനെയും നിന്റെ ശത്രുവായും സ്തുതിച്ചുകൊണ്ടുവാൻ യോഗ്യരാക്കി തീർക്കണമേ. Amen.
ദൈവം നമ്മുടെ രക്ഷിതാവുമായ
യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് വേഗം പ്രകാരം സംഭവിച്ചു. വീണ്ടും സ്വർഗരാജ്യം മണവാളുടെയും മണവാളിയുടെയും എതിരേൽപ്പിനായിട്ട് ദിവ്യവ്യക്തികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യമാർക്ക് സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനങ്ങളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദിവ്യവ്യക്തികൾ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദിവ്യവ്യക്തികളുടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും ഒന്നിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിനെ പുറപ്പെടുവില്ലെന്ന് ആർക്കൊലിവുണ്ടായി. അപ്പോൾ ആ കന്യമാരെല്ലാവരും എഴുന്നേറ്റു, തങ്ങളുടെ ദിവ്യവ്യക്തികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോടെ, ഇതാ ഞങ്ങളുടെ ദിവ്യവ്യക്തികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ കുറെ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയാകട്ടെ, നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം. നിങ്ങൾ കച്ചവടക്കാരുടെ ഇടയ്ക്ക് പോയി വാങ്ങിക്കൊള്ളി എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങുന്നവർ അവരോടെ വിരുദ്ധശാലയിൽ പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു കൊടുക്കാം. ആ മറ്റേ കന്യന്മാരും വന്നു, പ്രഭോ പ്രഭോ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമെന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെ ആ സമയത്തെ നിങ്ങൾ അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിക്കും ചെയ്തു. ബാറക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായതുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാദിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയിൽ പാപമോചനം നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. Awa
അച്ഛനെ
കുടുംബ ദാസിയൊക്കെ വളരെ പരിചയമുള്ള വ്യക്തി തന്നെയാണ്. അച്ഛന് പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഒന്നും വകവെക്കാതെ വരികയും ശുശ്രൂഷയിൽ ആദ്യമൊന്നും പങ്കുകൊള്ളുകയും ചെയ്തു. അച്ഛനോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ടതായ അമ്പാച്ചനോട് എങ്ങനെ നന്ദി പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടതായ ദാസി തൈലാഭിഷേകം നടത്തണമെന്ന് അറിയിച്ചു. അച്ഛൻ യാതൊരു വൈഷമ്യം കൂടാതെ ഇവിടെ പോയി ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് പോയി അമ്പാച്ചൻ അതെല്ലാം ഭംഗിയായി ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുകയും ചെയ്തു. അച്ഛനോടുള്ള പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സൗഹൃദ ശുശ്രൂഷയിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പങ്കുകൊള്ളുന്ന ധാരാളം പേരുണ്ട്. നമുക്ക് സെമിത്തേരി കല്ലറ കെട്ടുവാനും അത് നേരത്തെ മുൻകൂട്ടി അറിയുവാനും ചെയ്യുവാനും ഒക്കെ സാധിച്ച നമ്മുടെ ഇടവകയിലെ സെമിത്തേരി കമ്മിറ്റി അംഗങ്ങളാണ്. ഓരോരുത്തരും നന്ദി പറയണമെന്ന് എനിക്കറിയാൻ പാല. ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആശംസിക്കാൻ സാധിക്കും. കാരണം അവിടെ സ്ഥലത്ത് ഭയങ്കര ചൂടും വെള്ളത്തിന് ദാരിദ്ര്യവും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി ദിവസങ്ങളോളം പണിതാലാണ് ഒരു കല്ലറ അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അവര് വളരെയേറെ കഷ്ടപ്പെട്ടു. ഇപ്പോഴവിടെ നേരത്തെ 2 പ്രാവശ്യം അവിടെ പോയി ഇന്ന് പോവുകയൊക്കെ ചെയ്തു. അതിനെ സെമിത്തേരി കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം തരുന്ന നമ്മുടെ ഇടവക സെക്രട്ടറി ബാബുണ്ണിയാണ്. ഇത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ചെമ്മാർക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടവക്കാരെ അറിഞ്ഞുകേട്ട് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അല്പമായ അധികമായിട്ടൊക്കെ ഇത് സംബന്ധിച്ച് എല്ലാവരോടും ഇടവകയുടെ നാമത്തിൽ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ടതായ ജോസഫ് അച്ഛന് ക്ഷീണാവസ്ഥയിലൊക്കെയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മക്കള് വളരെ ആക്റ്റീവായ 2 കുഞ്ഞുങ്ങളാണ്. അവർ ദൈവം അനുഗ്രഹിക്കട്ടെ. മരുമക്കളെ 2 പേര്, കൊച്ചുമക്കൾ 3 പേര്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ബന്ധമിത്രാദികളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ആരോടും നന്ദി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു. അതോടെ തന്നെ നമ്മുടെ തിരുമേനി പ്രിയപ്പെട്ട വാസി ആശുപത്രി വെച്ച് പോയി കാണുകയും ഇവിടെ മരിച്ച് ഇന്ന് വിചാരിതമായിട്ട് വന്നുവെങ്കിലും ദൈവവും ഇവിടെ വരികയും നല്ലൊരു മെസ്സേജ് നൽകുകയും ചെയ്തു. എല്ലാവരോടും പ്രത്യേകിച്ച് തിരുമേനിയോട്, അയ്യപ്പച്ചനോട്, സെക്കൻഡുള്ള അച്ഛന്മാരോട് നന്ദി രേഖപ്പെടുത്തുകയും 2 വാക്ക് പ്രസംഗിക്കും. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് സെമിത്തേരിയിലേക്ക് പോകാൻ വേണ്ടി ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ട് പറഞ്ഞ നമുക്ക് ബസ്സുണ്ട്. എത്രയും പെട്ടെന്ന് ആൾക്കാർ അതിന് കയറണം. ചായയും സ്നാക്സ്, ചെറിയ ബിസ്ക്കറ്റും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അത് കുടിച്ചിട്ട് വണ്ടി കയറി ആംബുലൻസിന് പുറകെ വണ്ടി വരികയും ചെയ്യണം. ഇനി നമ്മൾ മെഡിക്കൽ സെമിത്തേരിയിലേക്കാണ് പോകുന്നത്. കാണാനുള്ളവർക്ക് കാണുകയും കൊടുത്ത് പെട്ടെന്ന് സമയം ഇത് ചെയ്ത്